സ്വർഗത്തേക്കാൾ സുന്ദരനേ, സൂര്യനേക്കാൾ ശോഭിതനേ, നിന്നിഴലാ മാറ്റിയെന്നെ. ആശ്ചര്യമേ ഇത് ആശ്ചര്യമേ, സ്വർഗത്തേക്കാൾ സുന്ദരനേ, സൂര്യനേക്കാൾ ശോഭിതനേ, നിന്നിഴലാ മാറ്റിയെന്നെ. ആശ്ചര്യമേ ഇത് ആശ്ചര്യമേ. ആരാധന എന്നേശുനാഥന്, ആരാധന എന്നാത്മനാഥന്, ആരാധന എന്നേശുനാഥന്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 11:7 ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കുവാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് അരുളി ചെയ്തു. ആമേൻ. വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒക്കെ ഒരുമിച്ച് ഇറങ്ങി വരിക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര സംഭവമാണ്. ആമേൻ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് പറഞ്ഞത് വരുവീൻ, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കും. പിന്നെ നമ്മൾ കാണുന്നത് അബ്രഹാമിൻ്റെ വീട്ടിൽ ഇറങ്ങി വരുന്നതാണ്. അതിൻ്റെ തൊട്ടു മുമ്പാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക. ശക്തമായ ദൈവപ്രവൃത്തികൾ, വലിയ ദൈവ പദ്ധതികളൊക്കെ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പിൻപിലെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യമുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ പിതാ പുത്ര പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. ഇതെന്ന് പറഞ്ഞാൽ ആ ദൈവപദ്ധതി ലോകത്തെങ്ങും എത്താതെ വണ്ണം ഒരിടത്ത് പരിമിതപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് അതിനെ ചിതറിക്കുക. അബ്രഹാമിൻ്റെ വീട്ടിൽ പരിമിതപ്പെട്ടിരിക്കുന്ന അബ്രഹാമിനെ ലോകത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമാക്കാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മമ്മറയുടെ തോപ്പിൽ ഇറങ്ങി ചെല്ലുകയാണ്. ആമേൻ. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ പണി അവൻ്റെ ജീവിതത്തിനകത്ത് ഒതുക്കപ്പെടുമ്പോൾ, അവനെ പുറത്തു കൊണ്ടുവരാനും ഒക്കെ പിതാവിൻ്റെ സാന്നിധ്യവും പുത്രൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും കൂട്ടായ്മയും സ്നേഹവും നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ മീറ്റിങ്ങിന് ശേഷവും പറയുന്ന പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ ആമേൻ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ദേ ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് പറയാണ്, ഇവരിങ്ങനെ ഒതുങ്ങപ്പെടരുത്, ചിതറിക്കുക. ഹല്ലേലൂയ. കാരണം ഒരു ഗ്രാമത്തിലോ ഒരു ദേശത്തിലോ ഒരു ബിൽഡിങ്ങിനകത്തോ ഒതുങ്ങേണ്ടവരല്ല ഇവരിപ്പോഴെന്താ ചെയ്യുന്നത് ഇവർക്ക് അറിയത്തില്ല. വലിയ കാര്യമായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ ഇത് ഒതുങ്ങുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവരെ ചിതറിക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ദൈവം അത് പൊട്ടിക്കുന്ന എന്തിനാണ്? അത് നമ്മൾ ചെയ്താൽ നമ്മളെക്കുറിച്ചുള്ള ദർശനം ചുരുങ്ങിപ്പോവും, പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടത്തില്ല. അതുകൊണ്ട് അത് പൊളിക്കുന്നത്. ചിലതൊക്കെ പൊളിക്കുന്നത് നിങ്ങളെ തകർക്കാനല്ല കേട്ടോ, നിങ്ങൾ ലോകം മുഴുവൻ എത്താനാണ്. ചില പദ്ധതികളിൽ പൊളിഞ്ഞു പോയവർ ഇന്നിവിടെ ഇരിപ്പുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്താ പൊളിഞ്ഞു പോയെ? വലിയ സംരംഭമായിരുന്നല്ലോ, എന്താ തകർന്നു പോയെ? അതിനൊറ്റ അർത്ഥമുള്ളൂ. അത് നിങ്ങൾക്ക് വലുതായി തോന്നും, ദൈവത്തിൻ്റെ കൺകളിൽ അത് നിങ്ങളെ പരിമിതപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്തോ ഒന്നിൽ മാത്രം ഒതുങ്ങപ്പെടുകയാണ്. ആമേൻ. എവിടെയോ ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ തീരപ്പെടുകയാണ്. അത് കണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ചിതറിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നും തകർച്ചയ്ക്കല്ല,
ഒന്നും പരാജയത്തിനല്ല. ദൈവമാണോ ചെയ്യുന്നത്, അതിൻ്റെ പിന്നിൽ ഒരു നന്മയേ ഉള്ളൂ. ദൈവമാണോ ചെയ്യുന്നത്, അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹമേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ചില തകർച്ചകൾ നിമിത്തം പ്രാർത്ഥന മാറ്റിവെച്ച്, ആരാധന മാറ്റിവെച്ച്, ദൈവമായുള്ള കൂട്ടായ്മ പോലും മാറ്റിവെച്ച് പിണങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരിച്ചു വാ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. തകർച്ചയ്ക്കല്ല, നിങ്ങളുടെ ജീവിതത്തെ ഉയർത്താൻ വേണ്ടിയാണ്. ഇതൊരു ദൈവശബ്ദമാണ്. നിങ്ങൾ പലവട്ടം കേട്ടില്ല, പക്ഷെ ഇന്ന് നിങ്ങളിത് കേൾക്കുന്നത് നിങ്ങൾക്കുള്ള ദൈവശബ്ദമാണ്. യെസ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സഹായിക്കാൻ നിൽക്കുന്നു. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങൾക്കായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് സ്തോത്രം ചെയ്യും. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയും ഈ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ലിമിറ്റേഷൻസിനെ, പരിമിതികളെല്ലാം പൊട്ടിക്കുവാൻ പരിശുദ്ധാത്മാവേ, പിതാവേ, പുത്രനെ അങ്ങ് ഒരുമിച്ച് അവരുടെ ജീവിതത്തെ ചെയ്യുന്ന വലിയ ദൈവ പദ്ധതികൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ഒരു അനുഗ്രഹത്തെ അങ്ങ് വരുത്തുന്നതിന് സ്തോത്രം ചെയ്യും. ഇന്നത്തെ ദിവസം അവർക്കൊരു അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് നൽകിയ വിലയേറിയ സന്ദേശത്തിനായി സ്തോത്രം. ഇതൊരു വിലയേറിയ ദൈവശബ്ദമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഒതുക്കപ്പെട്ടവർ, തകർക്കപ്പെട്ടവർ ഒക്കെ കർത്താവിനാൽ അടുത്തതിലേക്ക് തിരിക്കുവാൻ പരിശുദ്ധാത്മാവും പുത്രനും പിതാവും അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നലെയുണ്ടായ തകർച്ചകളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ഇന്നലെ വന്ന പരാജയങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ചിലതൊക്കെ പണിത് പൊട്ടിപ്പൊളിഞ്ഞു പോയവർ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ദൈവ പദ്ധതിയിലേക്ക് ഉയർത്തട്ടെ. നഷ്ടങ്ങൾ വന്ന് ചിലത് തുടങ്ങി നഷ്ടങ്ങൾ വന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവരെ ദൈവം അടുത്ത ലക്ഷ്യത്തിലേക്ക് തിരിക്കട്ടെ. ഒരു കാര്യവും പരിശുദ്ധാത്മാവിനോട് ചോദിക്കാതെ എല്ലാം ദൈവത്തോട് ചോദിച്ച് ചെയ്യുന്ന നിലയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട മക്കളാക്കി തീരട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു. രോഗങ്ങളെയും നഷ്ടങ്ങളെയും ആമേൻ മാറ്റി പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബമായി അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരം ഒപ്പമുണ്ട്. ധൈര്യത്തോടെ ആയിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.